ഇപ്പോൾ ഈ കഴിഞ്ഞ എനിക്ക് ഭയങ്കര സംസാരമാണ്. സിസ്റ്റം എവിടുത്തെ സിസ്റ്റം ആണെന്നറിയോ? ഈ മെഡിക്കൽ മേഖലയിലുള്ള, അതും ഗവൺമെന്റ് മെഡിക്കൽ, ഈ പറഞ്ഞ പോലെ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ്, എന്തോ ആയിക്കോട്ടെ, ആരോഗ്യ സുരക്ഷാ വകുപ്പ് ഭയങ്കര പരാജയമാണ്. ഞാൻ ഈ പരാജയത്തെ പറ്റി പറയാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷമായി. ആദ്യത്തെ ഇൻസിഡന്റ് ഏതാന്ന് ഞാൻ പറയാം. ഒരു ഡോക്ടർ വലത്തെ കാലിന്റെ എക്സ്റേ എടുക്കുന്നതിന് പകരം ഇടത്തെ കാലം എഴുതി കഴിഞ്ഞപ്പോൾ ആ ഡോക്ടറിന് നേരെ അതിക്രമിച്ച് ചെന്നപ്പോൾ ആ ഡോക്ടർ അവരോട് ഇറങ്ങിപ്പോടാന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടേണ്ടി വന്നു. അന്ന് വീണ ജോർജ് ചെയ്തത്, ഇത് മീഡിയ എടുക്കുക വന്ന എല്ലാവരോടും ഡോക്ടറെ ചെയ്ത് വിളിച്ചപ്പോൾ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു, ഞാൻ ഭയങ്കര നടപടി എടുത്തെന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിലായി വീണ ജോർജിന് പറ്റുന്ന ഇത്രയൊക്കെ ഉള്ളെന്ന്. കാരണം അവിടെയും ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല എന്നവർ. ഒരിക്കലും ഒരു ഡോക്ടറെ എടുത്തോട്ട് അങ്ങനെ അത്രയും തള്ളിക്കയറാൻ പാടില്ല. ഒരു ഡോക്ടർക്ക് ഒരു ദിവസം ചികിത്സിക്കാൻ പറ്റുന്ന അത്രയും നമ്പറിലല്ല ഇവിടെ ആൾക്കാർ വരുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് വരാതെ വരെ ആൾക്കാർ കിടക്കുന്നത്. അതാണ് പരാജയം. അതിനിടയിൽ ഒരു കത്രികയായിട്ട് വെച്ചെന്നോ, അത് വേറെ ഫോസപ്സ് പോലത്തെ സാധനം, അതകത്തിരുന്നുകൊണ്ട് അവർക്കൊന്നും പറ്റിയിട്ടുമില്ല. അവർ പറഞ്ഞത് ശരിയാണ്, അത് വെക്കാൻ പാടില്ല, അവർ പറയുന്നുണ്ട് തെറ്റിപ്പോകുന്നതാണ് സംബന്ധിച്ചു. പക്ഷെ അതുകൊണ്ട് വലിയ അപകടം ഉണ്ടാകത്തില്ലെന്നുള്ളത്. പിന്നീട് രണ്ടാമതൊരു സർജറി അവർ ആ സ്ത്രീ വിധേയമാവേണ്ടി വരും. അവർക്ക് അതിനുള്ള നഷ്ടപരിഹാരം കൊടുത്തോ, അത് ഗവൺമെന്റ് ഉത്തരവാദിത്തമല്ലേ? അല്ലാതെ അവരെ അങ്ങ് കീറി മുറിച്ചങ്ങ് വിട്ടാൽ മതി. ഇത്രയും നാളെ അത് അവിടെ ഇരുന്നതിന്റെയും ആ ഒരു പിഴവ് സംഭവിച്ചവർ രണ്ടാമതൊരു സർജറിക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ എത്ര ലക്ഷത്തിന്റെ നഷ്ടപരിഹാരം കൊടുക്കണ്ടേ? വേറെ രാജ്യത്താണ് ആ നഷ്ടപരിഹാരം അവർക്ക് കിട്ടിയാനെ. ആ കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അവർ നോക്കുമ്പോൾ പാവപ്പെട്ടവരാണ്, അവർക്ക് അതെങ്ങനെ ഊരി എടുത്താൽ മതിയെന്നേ ഉള്ളൂ. എന്നാൽ അതിന് മണ്ടയ്ക്കൊരു കേസ്, അതിന് മുകളിലൊരു കേസ്, അങ്ങനെ വെച്ചിട്ട് ഇവർക്ക് കോടിയുടെ നഷ്ടപരിഹാരം മേടിക്കാം. അത് ഗവൺമെന്റ് കൊടുക്കുകയും വേണം, അല്ലേ? ഗവൺമെന്റ് ഫെസിലിറ്റിയിലുണ്ടായാൽ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ആണെങ്കിൽ അതിന് നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ടോ? ആരെങ്കിലും അതിനെപ്പറ്റി സംസാരിച്ചോ? അതാണ് നടപടി. അല്ലാതെ അവരെ പിടിച്ചുകൊണ്ട് പോയി ഇവര് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു, ഡോക്ടർക്കെതിരെ കേസ് എടുത്തു, ഡോക്ടറെ കണ്ടെത്തി, ഇനി ആ ഡോക്ടർ അത് ചെയ്യത്തില്ല. അത് മാത്രം പോരടേ, നമുക്ക് നഷ്ടപരിഹാരം വേണം. അതെന്താ ഗവൺമെന്റ് അതിനെപ്പറ്റി സംസാരിക്കാത്തത്? ആരും അതിനെപ്പറ്റി മീഡിയയിൽ എന്തെങ്കിലും പറഞ്ഞു കേട്ടോ? ആരെങ്കിലും അവർക്ക് ഇത്ര കോടി നഷ്ടപരിഹാരം കൊടുക്കും? പാവങ്ങളല്ലേ, ഡോക്ടറിനെ സസ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നീതി കിട്ടിയെന്ന് വിചാരിക്കുവാണോ? നീതി അവിടെ കിട്ടിയിട്ടില്ല. ഡോക്ടറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നീതി കിട്ടിയിട്ടില്ല. കാരണം എന്താ? ഇത് നീ ആവർത്തിക്കും. അവർ പറഞ്ഞ കൺസേൺ എന്താണെന്നറിയോ? വേണ്ടത്ര സ്റ്റാഫുകളില്ല. ഡോക്ടറിനെ എല്ലാം ചെയ്യണമല്ലോ. ഡോക്ടർ പഠിച്ച് സർജറി ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അതിനിടയിൽ ഇതെല്ലാം കൂടെ എടുത്ത് വെച്ചും കൊടുക്കണം. അപ്പൊ അവിടെ നിൽക്കുന്ന ബാക്കിയുള്ളവരുടെ ഉത്തരവാദിത്വം ആലോചിച്ചിരിക്കും. എല്ലാം കൂടെ ഡോക്ടറെ വെച്ചിട്ട് പറയാം ഇവര് കാരണം എല്ലാ പ്രശ്നമാണ്. ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അധികം സംഭവിക്കുന്നില്ല. എത്ര വാർത്ത കേട്ടിട്ടുണ്ട്? എന്തുകൊണ്ട് ഗവൺമെന്റ് സെക്ടറിൽ മാത്രം ഈ പ്രശ്നം ഉണ്ടാകുന്നു? അവിടുത്തെ ഫെസിലിറ്റീസ് കുറവാന്നേ. ഇവര് സ്റ്റാഫ് ഇത്രയും കേസ് വരുവാ, മുറിച്ച് തള്ളിക്കൊണ്ടിരിക്കുന്ന ആ സർജന്റെ വെളിവ് പോയി കാണും. പിന്നെ മറ്റൊരു അത്രയും സ്ട്രെസ് അല്ല ജോബ്, പൈസ കിട്ടുന്നുണ്ട്. അത് ഉറങ്ങിയൊന്നും കാണത്തില്ലടോ, ഉറക്കമില്ല. 2 ദിവസത്തിൽ ഒരിക്കലും ഉറങ്ങാൻ പറ്റും. എന്നിട്ട് എന്തിനും പറ്റിക്കഴിഞ്ഞാൽ ഏതെങ്കിലും നേഴ്സ് മരുന്ന് വാങ്ങി കൊടുത്തവരെ ഡോക്ടർ നല്ലവരോട്ടല്ലേ കയറുന്നത്. അന്ന് തന്നെ എക്സ്റേ എടുത്ത ഡോക്ടർ ഓക്കെ എല്ല് റൈറ്റ് ഓർ ലെഫ്റ്റ് ഒന്ന് തെറ്റിപ്പോയി. തെറ്റിന്ന് പറഞ്ഞുകൊണ്ട് ഈ കാർ ഇടിഞ്ഞോ ചെന്നിട്ട് ഇടത്തെ കാലിന്റെ എക്സ്റേ എടുത്തിട്ട് ഇടത്തെ കാലം പ്ലാസ്റ്റർ ഇടാൻ പോകുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഡോക്ടർ നേരെ അതിക്രമം ഉണ്ടായപ്പോൾ അവിടെ സെക്യൂരിറ്റി ഗാർഡ് ഇല്ല പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. അവരെ അത്രേ ഉള്ളോ വില? ഇവിടെ ഇവർക്ക് ഇതിനൊരു വിലയില്ലല്ലോ. അപ്പൊ എന്ത് സംഭവിക്കും? ഇതുപോലുള്ള അപകടം ഉണ്ടായ ഉടനെ ഡോക്ടറെ നേരെ തിരിഞ്ഞു അവിടെ അത് ഇത് ചെയ്തു. പിന്നെ ഡോക്ടർമാരുടെ ഭാഗത്ത് തെറ്റൊക്കെ സംഭവിക്കാറുമുണ്ട്. എന്ന് വെച്ചാൽ ഇവന്മാരെല്ലാം കറക്റ്റ് ആയതുകൊണ്ടാണല്ലോ. ഈ പറയുന്ന ആരാ? വീണ ജോർജ് ആരാ? എനിക്കറിയത്തില്ല. ഇപ്പൊ കാണിച്ച അവരെ കൊണ്ട് പറ്റുന്ന മാക്സിമം കാര്യമാണ് അഭിനയിക്കുക, പെടലി പിടിഞ്ഞു കിടക്കുക, മെക്കിട്ട് കയറുക, അടിക്കാൻ ചെല്ലുക. ഇത് ചെയ്യുന്നവരാണോ ഈ പറഞ്ഞവരെ? ഇത്രയും പണിയെടുത്തവരോടൊക്കെ ഇതൊക്കെ ചെയ്യുക. നാട്ടുകാർ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക. ഇവരുടെ പണി എന്തുവാണ്? ഒരു പണി ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും പണിക്കിടയിൽ ഇങ്ങനെ ഒരു ചെറിയ സാധനം ഒരു വർഷത്തിൽ 2 എണ്ണം കിട്ടുമായിരിക്കും. 1 ലക്ഷം പേരുടെ സർജറിയിൽ നിന്ന് 2 പേർക്ക് അപകടം പറ്റിയെന്ന്. ഇവിടെ 5 കേസേ ഡീൽ ചെയ്യാനുള്ളൂ വർഷത്തിൽ. അതിനകത്ത് 3 എണ്ണം തെറ്റിച്ചിട്ടായി വന്നിരിക്കുന്നത്. മനസ്സിലായോ? എന്നിട്ട് നാട്ടുകാർക്ക് മുഴുവൻ സന്ദേശം കൊടുക്കുകയാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തെ ഫേസ് ചെയ്യാതെ ഉടായ്പ കാണിക്കുക. അടുത്ത നമ്പർ കാണിച്ചു രക്ഷപ്പെട്ടു, എല്ലാവരും രക്ഷപ്പെട്ടു. മന്ത്രി ഒന്നും അതിക്രമിച്ച് അവിടെ ഒരുത്തം പോലും എത്തിയിട്ടില്ലെന്ന് പറയാം. അല്ല, ഈ കാണിച്ച് ജനങ്ങൾക്ക് തെറ്റായ സന്ദേശം കൊടുക്കുക, ഇതിനെതിരെ എന്തെങ്കിലും നടപടിയുണ്ടോ? അതെ. അപ്പൊ ഇത്ര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാൾ കാണിക്കേണ്ട കാര്യമാണ് ഇത്. ഇങ്ങനെ ആൾക്കാർ കാണിക്കുമ്പോൾ ഇവരെന്തോ വിചാരിക്കും? ഇത് കാണിച്ച ഇവിടെ ഉള്ളവരും വീഴും. എന്തോരം പരാജയമാണ് ഇവിടെ. പബ്ലിക് മെഡിക്കൽ സെക്ടറൊക്കെ പരാജയമാണ്. അവർക്ക് വേണ്ടത്ര ഫെസിലിറ്റീസ് ഇല്ല. ആ ഡോക്ടറിന് മുന്നിൽ അത്ര ആളെത്തത്തില്ല. ഇത്രയും സർജറിക്ക് ടാർഗറ്റ് ഇല്ല. എന്നിട്ട് എന്തോ കിട്ടുന്നേ? ഇവരെല്ലാം ഇവിടുന്ന് പിരിഞ്ഞു പോയി വേറെ വല്ല രാജ്യത്ത് ജോലി ചെയ്താൽ അവർക്ക് സുഖമായിട്ട് ജോലിയും ചെയ്യാം, കൂടുതൽ പൈസ കിട്ടും. എന്നിട്ട് ഇവിടെ നിൽക്കുന്നവരെ സമ്മതിക്കണ്ടേ? ആ ഡോക്ടർ വന്ന് ശരി അവരങ്ങനെ സംസാരിക്കത്തുള്ളൂ. അവർ പറഞ്ഞ കാര്യം ശരിയാ. അവർ പറഞ്ഞു ഇരിക്കും, ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും. അവരതിനെ നെഗ്ലിജൻസ് എന്നോ അല്ലെ എന്ത് തരത്തിലുള്ള ഇങ്ങനെ പറ്റുന്ന അവർ നിരാകരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കാം. ഇത്രയേ സംഭവം നടക്കുക. അത് ഏറ്റവും സ്ട്രെസ്ഫുൾ ജോബാണ്. സ്ട്രെസ് കൂട്ടുന്ന എന്തിനാ? അല്ല, ഇപ്പം അവര് പറഞ്ഞു അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ വേറെ വല്ല ഈ രാഷ്ട്രീയക്കാർ എടുത്തോട്ട് എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറയും. അത് തെളിവ് കൊണ്ട് ചെയ്താൽ പോലും പറയും ഞാനില്ലെന്ന് പറയും. ആൾക്കാരെ
അത്രയും നശിച്ച ടീമായിട്ട് ഡീൽ ചെയ്യുന്നത്. ഉടനെ വേറെ റൂട്ടിൽ വന്ന് സമരം ഉണ്ടാക്കി അതിനെ മൊത്തം തെറ്റിച്ച്. ഇപ്പൊ ഇവിടെ കർഷകൻ എന്താ ഉണ്ടായത്? ഈ പെയിന്റ് അടിക്കുവോ? ആശുപത്രിക്ക് പോയി വെള്ള പെയിന്റ് അടിക്കുമായിരിക്കും. ആക്സിഡന്റ് ഉണ്ടായപ്പോ ബസ്സിന് വെള്ള പെയിന്റ് അടിച്ച പോലെ ആശുപത്രിക്ക് വെള്ള പെയിന്റ് അടിക്കും. ഇനി അത് വെളിച്ചത്തിന്റെ കുറവുണ്ടാന്ന് പറഞ്ഞാൽ 2 ലൈറ്റ് ഒക്കെ ഇടും. അതുകൊണ്ടാണ് കാണാനെന്ന് പറയും. അപ്പോഴും അല്ല, ഈ ബസ്സിന് വെള്ള പെയിന്റ് അടിക്കുന്നു, എന്നിട്ട് ഓടിക്കുന്നതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ആര് കാരണം ഇടിച്ചതെന്നാണ്. ഇടിയൊന്നുമല്ല പ്രശ്നം, ഇവിടുത്തെ അപകടം ഒരു വിഷയമല്ല. പക്ഷെ നമ്മള് കണ്ണിപ്പൊടി ഇട്ടും ആൾക്കാരെ പറ്റിച്ചും ജീവിക്കുന്നവര്, എന്നും പറ്റിച്ച് ജീവിച്ചവര്, കൊല്ലും കൊലയും കൊണ്ട് നടന്നവര്, ഗുണ്ടകള്, ഇവരുടെയൊക്കെ ബുദ്ധി എന്തോരം പ്രവർത്തിക്കും നമുക്കറിയാം. അവരൊക്കെ കൂടെ ഈ നാടും ഭരിച്ച് ഈ വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തവന്മാരും മന്ത്രിമാരായിട്ടിരുന്ന് വാർത്ത വായിച്ചോണ്ടിരുന്നവർക്ക് എന്ത് ക്വാളിറ്റി എനിക്കറിയത്തില്ല. അവരെന്തുവാന്ന് ഇതിനും വലിയ അത്ര വലിയ പാടുള്ള അഡ്മിനിസ്ട്രേഷൻ ഒന്നും അല്ല ഇത്. അതിനകത്ത് കൊള്ളാൻ ആൾക്കാരെ കൊണ്ടുവരും, എല്ലാം പിൻവാതില്. കുറെ ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞിരുന്നു ഒരു ബുദ്ധി ബോധം ഇല്ലാത്ത ബുദ്ധിജീവി പോലെ ഒന്ന് ന്യൂസിലൊക്കെ ഇരുന്ന് പറയുന്ന വിഡിതം കേട്ടാണല്ലോ. ലോകത്തിന്റെ ഒരു മൂല പോലും കണ്ടിട്ടില്ലാത്തവൻ ഈ ഇട്ട വട്ടം പൊട്ടക്കണ്ടി കിടന്ന് ഏതോ പാർട്ടി ഓഫീസിൽ ഇരുന്ന് കഥ പറയുന്നതിനെ പോലെ തോന്നും. അവനായിരുന്നു മെഡിക്കൽ സാധനത്തെ പറ്റിയൊക്കെ സംസാരിക്കുക. ഇവനാരും ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിനെപ്പറ്റി കുറെ കണക്ക് പറയാ, അവിടെ അതുണ്ടായി ഇവിടെ ഇതുണ്ടായി. എന്നിട്ട് അതൊക്കെ ചെയ്തത് ഇവരാരാണ്ട് പൈസ ഉണ്ടാക്കി ചെയ്ത പോലെ തന്നെ. ഇത് പബ്ലിക്കിന്റെ ഫണ്ട് എടുത്ത് ചെയ്ത കാര്യങ്ങൾ നീ ഒന്നും കിടന്ന് ക്രെഡിറ്റ് എടുക്കൊന്നും വേണ്ട. അവൻ ക്രെഡിറ്റ് എടുക്കുന്ന അതിനല്ല എഴുതി വെക്കുന്ന കാണുമ്പോൾ ദേഷ്യം വരുന്നത്. അവർ പറയുന്നത് എന്തോ അവിടെ മെഡിക്കൽ കോളേജ് ഉണ്ട്, ഇവിടെ കൊണ്ട് ബിൽഡിംഗ് പണിത് വെച്ചു, അവിടെ അത് ഉണ്ടാക്കുന്നുണ്ട്. ഇവൻ ഉണ്ടാക്കുന്നൊന്നുമല്ല. ഇവൻ ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് അത് മര്യാദയ്ക്ക് റൺ ചെയ്യാന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പ്രോജക്റ്റുകൾ കൃത്യമായിട്ട് സമയത്ത് പ്രോജക്ട് തീരണം, നല്ല ലാഭകരമായിട്ട് ബിസിനസ് നടത്തണം. അതാ നിന്റെ പണി. നീ ഇവിടെ ഉണ്ടാക്കുന്ന ഇവിടെ വന്ന് പറയണ്ട. ഇവിടെ ഒരു സാധനം കൊണ്ടുവന്ന ഈ ടോയ്ലറ്റ് എല്ലായിടത്തും കൊണ്ട് വെച്ചു, എന്ത് കാണാ മെയിൻ്റെനൻസ് ഇല്ലല്ലോ. അതുപോലെയാണ് അത്. ഇവര് വന്ന് ഞാൻ കണ്ടതാ ന്യൂസിൽ സംസാരിക്കുന്നത്. പാർട്ടിക്കാരെന്ന് പറഞ്ഞിരിക്കുന്നത് പറയുന്നത് അവിടെ അതുണ്ടാക്കി ഇവിടെ ഉണ്ടാക്കി ഇത്രയാക്കിന്ന്. അത് സാധനം മേടിക്കാൻ കാശ് എവിടെ ഇവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടാണ്. ഇവൻ പശുവിനെ കറന്നുണ്ടാക്കിയാണ്. അത് ഇവൻ പാർട്ടിയുടെ കൊടി പിടിച്ചിട്ടാണെന്ന് ഉണ്ടായ പൈസയാണോ? ഒന്നുമല്ല. അത് പബ്ലിക്കിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ ഏത് വണ്ടിക്കും പബ്ലിക് ഫണ്ട് ചെയ്യാം. പക്ഷെ ഇത് മാനേജ് ചെയ്യുന്ന അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ്റെനൻസും മാനേജ്മെന്റും തെറ്റിക്കുന്ന ആരാ? അതിനെപ്പറ്റി ചോദ്യം ചെയ്യുമ്പോൾ നീ വേറെ ഇടങ്ങാണ്ട് ആരാണ്ട് കാശ് കിട്ടിയപ്പോഴാണ്ട് പണതൊന്നും കുണയ്ക്കുന്നത് അതൊന്നും വേണ്ട ഇവിടെ. അത് നടക്കത്തില്ല. അതല്ല ചോദ്യം. അതല്ല അവർ ചോദിച്ചത്. അവർ ചോദിച്ചത് ഈ സാധനം ഇപ്പോൾ സ്റ്റാഫ് ഇല്ലെന്നും അവരൊരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോ അപ്പുറത്ത് പണിത് വെച്ചു, ഇപ്പുറത്ത് പണിത് വെച്ചു, ഞങ്ങൾ അത് ചെയ്തു, അവരെ ചെയ്തില്ല. അതല്ല. എന്നാ പിന്നെ എന്താ ഈ പണിത് നിന്ന് അതിനകത്ത് കയറി എത്ര പെട്ടെന്ന് ഓപ്പറേഷൻ തുടങ്ങി ഞങ്ങൾ പരിപാടി നടത്ത്. എന്നാ പിന്നെ നമ്മുടെ മന്ത്രി എന്തിനാ വെളിയിൽ കൊണ്ടുവന്നേ? എനിക്കറിയത്തില്ല. ഇവര് പുറത്തൊക്കെ പോയി പഠിക്കുക നോക്കിയിട്ട് വരികയായിരിക്കും. ടൂർ പാക്കേജിൽ പോകുന്ന പോലെ പോകുന്നതാണ്. ഒരു ഫോട്ടോ പോലും എടുത്ത് കാണത്തില്ല അവിടുത്തെ. എന്തിനാ ഇതൊക്കെ ഇപ്പൊ ചുമ്മാ ഏയോട് ചോദിച്ചു ആൻസർ ചെയ്യും. ഞാൻ എടുത്ത് ഇട്ട് കാണിച്ചു കൊടുത്തു. ഈ സിസ്റ്റം കറക്റ്റ് ചെയ്യാനായിട്ട് ChatGPT പറഞ്ഞു തരും. അത് നോക്കിയാൽ മതിയുടെ. അല്ല നീ ഒന്നും പഠിക്കാനൊന്നും പോകണ്ടിനി. ഇനി ഇതിനോട് ചോദിക്കുക, അത് പറയുന്ന പോലെ ചെയ്യാനൊന്നും നോക്ക്. അതിനുള്ള ബോധം ഉണ്ടോ? ഇത് വായിച്ച് മനസ്സിലാക്കാൻ അതും അറിയത്തില്ല. ഇതെന്തോ ഇതെന്ത് റിപ്പോർട്ടിങ് മറ്റേ ഇതെന്ത് ചെയ്യണ്ടേ, ഈ ഫോർമാറ്റ് എന്തിനാ ഇവിടെ? അങ്ങനത്തെ ചില ഫോർമാറ്റ്സ് ഉണ്ട്, അപ്രൂവ്ഡ് ഈ ചെക്ക് ലിസ്റ്റുകളുണ്ട്. അതൊന്നും ഇതിന്റെ ഇല്ലെന്നാ പറയുന്നത്. പല സ്ഥലത്തും ചെക്ക് ലിസ്റ്റ് ഇല്ല. എന്ത് ചെക്ക് ആര് ചെക്ക് ചെയ്യാനാണ്? നമ്മളെ ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മൾ കറക്റ്റല്ലേ? അല്ല, നമ്മൾ റോഡ് ചെക്ക് ചെയ്യുന്നില്ലേ? റോഡില്ല, റോഡിൽ മൊത്തം ചെക്കിംഗ് ആണല്ലോ. ഇതുപോലെ ഒരു നാട് നന്നാക്കാൻ റോഡിൽ ഇത്രയും ചെക്കിംഗ് നടത്തിയ പോലെ അത് പോലീസ്, എക്സൈസ്, MPD എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ. അതാണല്ലോ ഹെൽമെറ്റ് എല്ലാം കഴിഞ്ഞില്ലേ? അതിനൊന്നും കാശ് കിട്ടുന്നുണ്ട്. പോലെ വെച്ചിട്ടുണ്ട് ക്യാമറ അല്ലത്. എന്താ ഏതാണ്ട് കൂടായ്പ കാണിച്ച് കുറെ പേര് പറ്റിച്ച് ജീവിക്കുന്ന കുറെ ആൾക്കാർ ഇറങ്ങിയാൽ ഇത്രേ സംഭവിക്കത്തുള്ളൂ. ഇവിടെ ആരെയും സുരക്ഷ വകുപ്പ് ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മെന്റൽ ഹെൽത്ത്. ശ്രദ്ധിക്കുക, മെന്റൽ ഹെൽത്ത് ഇനി വേണ്ടത് അതാണ്. ഇവിടെ ഏകദേശം മറ്റേ പ്രോട്ടീൻസും മിനറൽസും കാർബോഹൈഡ്രേറ്റ്സും ഈ സാധനങ്ങളൊക്കെ വിറ്റമിൻസ് ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് കുട്ടികൾക്കൊക്കെ. അതൊക്കെ ഉണ്ട്. അത് ഇന്ത്യ മൊത്തം ഉണ്ട്. എല്ലാം ഉണ്ട്. കുറച്ച് സ്ഥലത്ത് ഇല്ലായിരിക്കും, വളരെ കുറച്ച്. അല്ലാതെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി അത് പറഞ്ഞുകൊണ്ട് വരണ്ട. അതൊക്കെ കഴിഞ്ഞ് മനസ്സിലായില്ലേ? ദാരിദ്ര്യം, അതിദാരിദ്ര്യം ഇല്ലെന്ന്. ഇതാണ് ദാരിദ്ര്യം. ഈ ദാരിദ്ര്യം ഇല്ലാണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ എടുത്ത് പുറത്തു വേണം. ബുദ്ധി ദാരിദ്ര്യം എന്തെങ്കിലും വരുമ്പോൾ പെടലി വിളിക്കുകയെന്ന് കിടക്കുന്ന ദാരിദ്ര്യം ഉണ്ടല്ലോ, അതൊന്ന് മാറ്റാൻ ആർക്കെങ്കിലും പറ്റുമോ? അതാണ് ദാരിദ്ര്യം. ഈ വന്ന കാലത്തെ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച ഇടപാടെന്ന് പറയുന്നത് ഈ മന്ത്രിമാരൊന്ന് സംസാരിക്കുന്നതും ഇവന്മാർ കിടന്ന് പൊട്ടത്തരം കാണിക്കുന്ന അത്രയും വലിയ ദാരിദ്ര്യം ഇവിടെയുള്ള ജനങ്ങൾ പട്ടിണി കിടന്നാൽ പോലും ഉണ്ടാകത്തില്ല. ഈ കാണിക്കുന്ന ദാരിദ്ര്യം അതുപോലെ അണികൾ പഠിക്കും. അതന്നെ ഇവര് പഠിച്ചു വീണ്ടും കാണിക്കും. വീണ്ടും ആ ദാരിദ്ര്യം ഒന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ വല്ല വഴിയുണ്ട്? ആർക്കെങ്കിലും പറ്റും? അതാരും ചെയ്യത്തില്ല. ചെയ്യാൻ പോയി കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം അത് ഈ ദാരിദ്ര്യം പിടിച്ചവന്മാരാണ്. എല്ലാം ബുദ്ധിയില്ല, ബോധമില്ല, വെളിവില്ല, ഒരു അനുഭവമില്ല. വാർത്ത വായിച്ചുകൊണ്ടിരുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. വിദ്യാഭ്യാസ മന്ത്രിയുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസം ഇല്ല. വൈദ്യുതി മന്ത്രിക്ക് വൈദ്യുതി കണ്ടറിയാം, സ്വിച്ചിട്ട് ലൈറ്റ് എത്തുന്നൊക്കെ പറയാം. മുഖ്യമന്ത്രിക്കാണെങ്കിൽ അത് വേറെ. കണക്ക് പുറത്തെന്ന് പറഞ്ഞാൽ അല്ലാതെ മീഡിയ ഇപ്പോഴും കൺട്രോളല്ലേ. മീഡിയയാണ് ഇപ്പൊ ഏറ്റവും കറക്റ്റ്. അപ്പൊ എന്ത് നടന്നു? ഞാൻ ഓർത്ത് ഇവരൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ അഡ്മിനിസ്ട്രേഷനിൽ മാറ്റം കൊണ്ടുവരുന്നത്. പക്ഷെ വൻ പരാജയമായിപ്പോയി. സിസ്റ്റം വളരെ വീക്കാണ്. പോലീസ് ഒത്തിരി വീക്കായിപ്പോയി. അതും പിണറായി വിജയനാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ്. പോലീസുകാർ കാണിക്കുന്ന മണ്ഡലങ്ങൾ കൊണ്ട് ആൾക്കാർക്ക് പൊറുതിമുട്ടി. ആൾക്കാർ ചത്തുപോവാ. വഴി എവിടെ ഈ പോലീസുകാർ കാരണം മരിച്ചവരെണ്ണം ഉണ്ടെന്ന് ഒത്തിരി. കള്ളക്കേസ് ഈ കഴിഞ്ഞ കൊച്ച്
ഒരു പെങ്കൊച്ച് ആത്മഹത്യ ചെയ്തു. മോഷണ കുറ്റമൊക്കെ ചുമത്തി പോലീസുകാർ ഇത് ചെയ്തു, ടോർച്ചർ ചെയ്തു. അങ്ങനെ ചോദിച്ചു പാവം പിടിച്ച് ചോദിച്ചു മരിച്ചു. എങ്ങനെ മരിച്ചു? ഇനി അവള് കള്ളിയാണെ പോലും മരിക്കാൻ പാടുണ്ടോ? അവളങ്ങനെ ചെയ്തിട്ടുണ്ടോ? പോലീസ് അങ്ങനെ കൊല്ലുന്ന ആരാ അവളെ? അതിനൊന്നും ഒരു കുഴപ്പമില്ല. കള്ളക്കേസ് ഷിംജിതയെ പിടിച്ചകത്തിട്ടു. എന്നെ പറ്റി കള്ളക്കേസ് ഉണ്ടാക്കി. ഇവിടെ മോഹൻലാലിന്റെ ആരാധകരുടെ ഭിന്നിപ്പുണ്ടാക്കി കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ കോമൺ സെൻസോ അല്ലെങ്കിൽ ഇച്ചിരി ഒരു ലോജിക്കലായിട്ട് ഒന്ന് ചിന്തിക്കുന്ന ഒരാൾക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ? അതെന്ത് സാധനം ഫാൻസിന്റെ ഭിന്നിപ്പുണ്ടാക്കിയെന്നു എന്ത് ഞാൻ എന്താ പബ്ലിക് ന്യൂസൻസ് ആണെങ്കിൽ അത് കേസിട്ടേക്ക് കേരള പോലീസിന്റെ വകുപ്പുണ്ടെന്ന് അതെടുത്ത് അങ്ങോട്ട് വെച്ച പറഞ്ഞാൽ അത് അങ്ങനെ ആവും. എവിടെ ഈ പബ്ലിക് ന്യൂസൻസ്? സോഷ്യൽ മീഡിയ ഒരു പബ്ലിക് പ്ലേസ് ഒന്നും ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അതിന്റെ പ്രൈവറ്റ് സ്പേസ് കൂടെ ഉണ്ട്. നിങ്ങൾ ആരും ക്ലിക്ക് ചെയ്യാവുന്ന ഈ വീഡിയോ ഒന്നും കാണത്തൊന്നുമില്ല. അതിന് പരസ്യം കൂടെ കണ്ടിട്ടാണ് കാണുന്നത്. സ്പോൺസേഡ് കാണാതിരിക്കാം. ഞാൻ പബ്ലിക് ന്യൂസൻസ് പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വന്നിട്ട് പബ്ലിക് ന്യൂസൻസ് നോക്കി ഇതൊക്കെയാണോ? ഇപ്പൊ ബസ്സിൽ പോയപ്പോ തട്ടി പബ്ലിക് ന്യൂസൻസ് ആണ്. കാരണം അവർ പ്രതീക്ഷിക്കുന്നില്ല, അവരത് ഉദ്ദേശിക്കുന്നില്ല. ഇത് സോഷ്യൽ മീഡിയ എങ്ങനെ അത്രയും പബ്ലിക് ആവുന്നത്? കൈയിരിക്കുന്ന സാധനം അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ആ കേസൊന്നും ഇടാൻ പറ്റത്തില്ല. അതെന്ത് ഇടപാടാ? ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ വന്ന് കയറി എന്നങ്ങ് പറയൂ ഇതൊക്കെ. അത് പ്രശ്നമാണ്. ഞാൻ ഒരിടത്തും ചാടി കയറി ചെന്നിട്ടില്ല. എന്റെ വീഡിയോ കാണാൻ ഞാൻ വീഡിയോ പോലും പറഞ്ഞിട്ടില്ല. എന്റെ പേജിൽ അയക്കാൻ പറയാറില്ല. ഒന്നും ചെയ്തിട്ടില്ല. എന്റെ വായിന്ന് പോലും വന്നിട്ടില്ല ആരും ഈ വീഡിയോ കാണണമെന്ന്. പിന്നെ ഇവർ എന്നോട് പറയുന്നത് എങ്ങനെ പബ്ലിക് ന്യൂസൻസ് ആവുന്നത്? സോഷ്യൽ മീഡിയ പബ്ലിക് ആണെങ്കിൽ ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന ഫോൺ പ്രൈവറ്റ് ആണ്. അത് യൂസ് ചെയ്താൽ മതി. അല്ലാതെ കൂടുതലൊന്നും ഉണ്ടാക്കണ്ട. അതിന് ഇത്രയും കഷ്ടപ്പാടില്ല. അത് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തോണേ. മോശം പരിപാടി. എന്നാ പിന്നെ അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന അങ്ങനെ ചെയ്യും. നിങ്ങൾ പറയുന്നത് ഇത്രയും ആൾക്കാർ ഇങ്ങനത്തെ കണ്ടന്റ് വരും കാണുന്നത് പഠിപ്പിക്കും. അല്ലാതെ ഇയാളെ വണ്ടക്കൂടെ എന്ത് ചെയ്യാൻ? അതുപോലെ ഞാൻ എന്ത് ചെയ്തേ? അങ്ങനെ ഒരു സാധനം അതിനകത്തില്ല. ഒരു വലിയൊരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചു അത്രേ ഉള്ളൂ. ഞാൻ ചെയ്ത തെണ്ടിത്തരത്തിന് അത്ര ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അത് സഹിക്കാൻ പറ്റിയില്ല. ഇവിടെ സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ തന്നെ ഉണ്ട് അതിനകത്ത് റോള് ഉണ്ട്. അത്രയും തെണ്ടിത്തരം ചെയ്യാൻ പാടില്ല. മനുഷ്യത്വരഹിതമായ ഒരു പ്രവൃത്തി. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഞാൻ കണ്ടതിൽ ഏറ്റവും മോശപ്പെട്ട സംഭവം ഉണ്ടക്കയിൽ മോഹൻലാൽ ഇന്നിപ്പോ പട്ടാളക്കാർ വായും വിളിച്ച് നിന്ന് 5 മണിക്കൂറോളം അയാളുടെ ചുറ്റും കറങ്ങി നിന്ന് ഒരു 350-400 മണിക്കൂർ വേസ്റ്റ് ആക്കി തന്നു. മാർക്കിംഗ് മാനേഴ്സ്. അതിന് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, സമയം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് മൂന്നും ഏറ്റവും വാല്യൂ ഉള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി പറഞ്ഞപ്പോ ഞാൻ എന്തോ അതിന് മുമ്പ് എവിടെ മൈരുന്ന് ഉപയോഗിച്ചത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അവർ അത് കണ്ടുപിടിച്ചല്ലോ. അത് കണ്ടുപിടിച്ചു. ഭയങ്കര പ്രശ്നമാണോ? അപ്പൊ ശരി.